പിന്നൊക്കെ അതിനിപ്പോ എന്താ എനിക്ക് ചെലവ് എന്തെങ്കിലും പീഞ്ഞൊക്കെ അതിനെന്താണ് 4 മൊലി അടിച്ചേ. നനച്ചു വിജയം 4 നനച്ചതാ. എന്നാ ഒരു ചെറുക്കു ചോദിച്ചു നനക്കെ ഇഞ്ഞി പിഞ്ഞോ തൊട്ടെടുത്താ മതിടാ. ഇനി എനിക്ക് കാണിച്ചു തരാം. നിൽക്കേ അവിടെ നിൽക്കേ ഇടക്കെ 2 അടി കടിച്ച് നമുക്ക് അടിച്ചു വരുത്തുന്നുണ്ട്. ഇടക്കെ എനിക്ക് ഒരു പഞ്ഞിന്റെ മോലിന്റെ അടിയിൽ വരുന്നതാണ്. ഇതാണ് മോതിൽ. ഒരു ബക്കറ്റ് നിലത്ത് വെച്ചങ്ങനെ വെച്ചിട്ട് അടിച്ചു വെച്ചത്. എന്നിട്ട് പോരെങ്കിൽ തൊള്ള വെച്ച് ചെയ്യുമ്പോൾ അതിനൊക്കെ പറ്റിയ മോലടാ. അതാ എന്നോട് വെച്ചിന് നമ്മളോട് വെച്ചാൽ എനിക്ക് സുഖമില്ല. മതിന്റെ സംശയം അതാണ് പൈക്കുട്ടി ഇപ്പൊ ഈ മാസം കുത്തിയേക്കണ്ട. അടുത്ത മാസം കുത്തിച്ചാൽ 7 മാസം ജനുവരി കറക്കത് ലജ്ജക്കത്തെ മുതലാണ്. അപ്പൊ ഇവിടെ കാട്ടിക്കുട്ടിലാകുമ്പോ സംശയം മതിന്റെ അതാ അവിടെ നാട്ടിൽ പോയി മേടിച്ചാണ് നമ്മള് ചന്തി മേടിച്ചു. നമ്മളെ തോത്തതൊക്കെ വലിയ ഹൈ ലെവൽ ബൈക്കുകളാണെങ്കിൽ തോത്തലുണ്ട്. ഇപ്പൊ പെറ്റ ബൈക്കുകളാണ് തോത്തലുണ്ട്. ഇത് നമ്മൾ ചന്തയിൽ വെച്ച് വെക്കേണ്ട ബൈക്കുകളല്ലത്. നമ്മൾ തോത്ത് കെട്ടിക്കാണ്ട് ഇപ്പൊ നാളെയും മറ്റന്നാളൊക്കെ ആൾക്കാർ വന്നു കൊടുക്കല്ലേ അപ്പൊ കൊടുക്കേണ്ട ബൈക്ക്. പക്ഷെ മോന് നന്നു നമ്മളെ കൊണ്ടുപോയി നിർത്താനൊക്കെ പറ്റിയ ബൈക്കുട്ടിയാണ്. അത് ചെറുത് കൊണ്ടോടാ. അതിനോ അപ്പൊ 38 റുപ്യ. എത്ര തരും എനിക്ക്? ഒരു ഉറുപ്പ ചോദിച്ചോ കുഴപ്പമില്ല. ഇവിടെ ഒത്താ എനിക്ക് തരും. ഒത്താ കഴിച്ചു തരും. ഇല്ലെങ്കിൽ ഒക്കൂലാന്നേ പറയുള്ളൂ. അതിലിപ്പോ എന്താ അങ്ങനല്ലേ കച്ചടോ. ഇജ്ജൊന്ന് പണി പോയി പിഞ്ഞോ പിഞ്ഞോ. നല്ല സുഖമാണ് കറക്കാനും ഇരിക്കാനും ഒക്കെ. അത് എത്തിരെ ആവശ്യം നീ ചോദിക്കുക എന്താ പൈലല്ലേ അവനെ കണ്ടിട്ട് ചോദിച്ചോ. ഒത്തുകി തരും. ഇല്ലെങ്കിൽ എനിക്ക് ഒക്കൂലെന്നെ പറയാം. അതിന് പറഞ്ഞ് കൊണ്ടേക്കോ. ഞാൻ അങ്ങനെ തന്നെയല്ലേ വാങ്ങലും ബുക്കലും. നല്ല മര്യാദ നല്ല ഞാൻ കറന്നിട്ട് കൊണ്ടുപോയി 25. ആയിക്കോട്ടെ. അതിനിപ്പോ എന്താ ചോദിച്ചു. നീ എന്താ അതിന്റെ അടച്ചില്ലല്ലേ 25 ആയിക്കോട്ടെ. അതിന് ഓനെന്നെ പറയണ ഓനോട് തന്നെ ഇപ്പൊ നമ്മള് പറയണതേ. അതുകൊണ്ട് കാര്യമില്ല. ഞമ്മക്കിപ്പോ എല്ലാം പറ്റും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതിന് 4 മൊലി അടിച്ചോക്കെ. എന്നിട്ട് എത്രക്കെ ചോദിച്ചു. അതിന് ചോദിക്കില്ല. ചോദിച്ചപ്പോ അവനെ എഴുതി വെച്ചിട്ടൊന്നും എത്രയൊക്കെ ചോദിച്ചാൽ പാടത്ത് കണക്കുണ്ടോ? 2 കൊണ്ടിരിക്കും. അങ്ങനെ 2 നമ്മളിപ്പോ ആഴ്ചക്ക് നമ്മളിപ്പോ കൊടുക്കാണ്ട് തൂക്കണില്ല. അപ്പൊ പിന്നെ അതില് നല്ലതും ഉണ്ടാവും ആകാത്തും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും. അതിപ്പോ ഇത് കച്ചവടല്ലേ. ചുമോല് തന്നോടാ. അത് ജാതിപ്പെട്ട പൈക്കുട്ടിയാണ്. ഉണക്ക പൈക്കുട്ടിയാണ്. കറക്കാനും നല്ല സുഖമുള്ള പൈക്കുട്ടിയാണ്. യാതൊരു സംശയ കാര്യത്തില് കൊണ്ടേക്കോ. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇറച്ചിന്റെ കായ കൂടി ഇറച്ചിക്കായ കിട്ടൂലേ? ഇത്
പിന്നൊക്കെ അതിനിപ്പോ എന്താ എനിക്ക് ചെലവ് എന്തെങ്കിലും ഉണ്ട് പീഞ്ഞൊക്കെ പീഞ്ഞൊക്കെ അതിനെന്താണ് 4 മൊലി അടിച്ചേ നനച്ചു വിജയ് 4 നനച്ചതാ എന്നാ ഒരു ശരിക്കും ചോദിച്ചു നനക്കെ ഇഞ്ഞി പീഞ്ഞോ തൊട്ടെടുത്താ മതിടാ ഇനി എനിക്ക് കാണിച്ചു തരാം നിൽക്കേ അവിടെ നിൽക്കേ ഇടക്കെ 2 അടി കടിച്ച് നമുക്ക് അടിച്ചു വരുത്തുന്നുണ്ട് ഇടക്കെ ഇടക്കെ എനിക്ക് ഒരു പജിന്റെ മോലിന്റെ അടിയിൽ വരുന്നതാണ് ഇതാണ് മോതിൽ ഒരു ബക്കറ്റ് നിലത്ത് വെച്ചിങ്ങനെ വെച്ചിട്ട് അടിച്ചു വെച്ചത് എന്നിട്ട് പോരെങ്കിൽ തൊള്ള വെച്ച് ചെയ്യുമ്പോൾ അതിനൊക്കെ പറ്റിയ മോലടാ അതാ പറയുന്നത് ഒന്ന് നനച്ചളാ നേർക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുക ഒരലക്കം നിനക്ക് ഒന്ന് മുന്നിൽ കഴിച്ചോട്ടെ ഒന്ന് മുന്നിൽ കഴിച്ചോട്ടെ കിടക്കെ ഇതൊന്നും നോക്കള എന്ന് വെള്ളം കണ്ടാന്ന് തന്നെ അറിയില്ല എന്റെ മേത്തൊക്കെ നിറച്ച് അതൊന്നും ഓൽക്ക് അത് കാണിച്ചു വെക്കണം അതൊക്കെ ഓൽക്ക് തിരിയാത്ത ആൾക്കാരൊന്നും അതൊക്കെ ഓല് കണ്ട ഞാൻ പറഞ്ഞിട്ട് തന്നേ കയറാൻ കയറാ ചേട്ടനോട് ഇതുകൊണ്ടേക്കോ കാളക്കുട്ടികളിൽ വേണ്ട എന്തുകൊണ്ടേക്കോ കുട്ടിയാണ് ഈ മജ്ജ് നല്ല കുട്ടിയാണ് നാട്ടിൽ നിന്ന് കൊടുത്തു വെച്ചോ അതിന്റെ കുട്ടിനെ മാടസ് ചോദിച്ചുകൊണ്ട് കുട്ടിനെ കൊടുത്ത് എത്ര എസ് കിട്ടിട്ട് എന്ത് കാര്യം കുട്ടിനെ കൊടുക്കാൻ പിന്നെ മജ്ജ് ഇറക്കാൻ പറ്റും അറിയുന്നവർക്കല്ലേ അറിയുള്ളൂ മാടസ് പറഞ്ഞത് ആട്ടിറച്ചി കൂട്ടാൻ വേണ്ടിട്ട് ഓൽക്ക് ബിരിയാണി വെക്കാൻ വേണ്ടിട്ടേ അത് പറഞ്ഞിട്ട് എന്താ ഇപ്പൊ എനിക്ക് വേണ്ടി കാണിച്ചാൽ അതിന് കൊടുത്ത പിന്നെ ബഡ്ജറ്റ് കൊടുക്കുക അതെന്തൊക്കെ മനസ്സിലാക്കാത്ത ഓല അതിന് വേണ്ടിട്ടാണ് ഒരു 30 കിലോ ഉണ്ടോ 30 കിലോ ഉണ്ടോ 30 കിലോത്തിന് എത്ര കിട്ടും ആട് എത്ര കിലോ അല്ല ഇന്ന് എത്ര കിലോ ഉണ്ടോ നിങ്ങളെ കണക്ക് ചെന്നവരുണ്ട് എത്ര കിലോ ഉണ്ടോ അത് എത്ര കിലോ ഉണ്ടോ അല്ലാതെ അത് ആരോടും പറയാം ഏത് അംസാജിനോടും പറയാം എത്ര കിലോ ഉണ്ടാവും ഒരു കുട്ടി ഇന്നൊരു 15 കിലോ കൂട്ടിക്കോളി അതല്ലേ അത് 20 കിലോയാണ് എന്റെ അടുത്ത് പറക്കണിപ്പനി കുഞ്ഞിക്കോ എടുത്തു 20 കിലോനാണെങ്കിൽ വേണ്ടറിയണ്ട ആ ഒരു കുട്ടിയല്ലേ ഇജൊന്നും അതിനെ പിടിച്ചിട്ട് നിർത്തിക്ക ഇജ് വിചാരിച്ച 50 ഇത് എത്ര കിലോ ഉണ്ടാവും ഇതാണ് ഇത് ഈ കുട്ടിയല്ലാതെ ഇതാ ആ പഞ്ചിനടുത്ത് കുട്ടിക്കണം അതല്ലത് അത് മനസ്സിലാക്കണം അങ്ങോട്ട് മന്ത്രിച്ചാൽ പോയിട്ട് വരും ഞാൻ പറഞ്ഞു കഴിച്ചിട്ടോ